പ്രതീക്ഷിച്ചത് കുട്ടി തിരിച്ചു വരുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് സഹായത്തോടാണ് ശ്വസിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് തന്നെ നമ്മളെല്ലാം വിശ്വസിച്ചത്. പക്ഷേ ദാരുണമായൊരു അന്ത്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും വളരെ വേദനയുണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ നാട്ടുകാരൊക്കെ ഇത്തരത്തിലുള്ള ഈ സംഭവം ഈ അനൂപ് എത്തുന്നതൊക്കെ അറിഞ്ഞിരുന്നു, അങ്ങനെ പരാതികളൊക്കെ മുൻപ് ഉണ്ടായിരുന്നു. നാട്ടുകാർക്ക് അങ്ങനെ ഇവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതൊന്നും അവർക്ക് അറിയില്ല. നാട്ടുകാരെ കാണിച്ചൊന്നും ചെയ്യില്ലല്ലോ. സ്വാഭാവികമായിട്ടും നാട്ടിൽ അവിടെ പ്രദേശവാസിയായ ഒരാൾക്ക് മാർഗതടസ്സം ഉണ്ടാക്കുകയും അതിനെ സംബന്ധിച്ച് അവർ 3-4 പേര് കൂടി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴേക്കും അവർക്ക് വധഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് ഇവർ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പയ്യൻ അനൂപ് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇൻക്വസ്റ്റ് കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സാറൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. അതായത് ഒരു 2-2.5 മണിക്കൂർ സമയം അതിന് വേണ്ടി വരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതിനുശേഷം ആ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികളും വേഗത്തിൽ നടത്തുന്നതിനുള്ളൊരു ക്രമീകരണത്തിലേക്ക് പോലീസ് പോവുകയാണ്. ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക, അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇനി തുടർന്ന് നിയമ നടപടികളാണ്. സ്വാഭാവികമായും പ്രതി അനൂപിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇനി വിശദമായി കഴിച്ചാണ് ഈ ക്രൂരകൃത്യം നടന്നതെന്നതാണ് മനസ്സിലാകുന്നത്.